ഗായ്സ് എന്റെ കാല് മുറിഞ്ഞ് ഗായ്സ് നോക്ക്, ഇത് കണ്ടില്ലേ? ഇതാണ് കേട്ടോ. നമ്മുടെ അച്ഛൻ എന്തോ അവരെ നിന്നെ എന്നെ വഴക്ക് പറയും, എനിക്ക് പേടി ഗായ്സ്. ഞാൻ പറ്റിച്ച്. നിങ്ങൾ ഇപ്പോഴേ എന്തിനാ പ്രാങ്ക് വീഡിയോ ചെയ്തേന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അങ്ങനെ അധികമായിട്ട് ഇതൊന്നും ഇഷ്ടമില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ പേടിപ്പിക്കുന്നൊക്കെ ഉള്ള സംഭവങ്ങൾ എന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, മുറിവ് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പേടിപ്പിച്ചില്ലേ നിങ്ങൾ റിയലായിട്ടൊന്ന് പേടിച്ചു പോയില്ലേ? അത് ഇത് സംഭവം ഇതായിട്ട് ഞാൻ പേടിപ്പിച്ചില്ലായിരുന്നോ? അപ്പോൾ അത് ഞാന് നിങ്ങൾക്ക് പേടിച്ച് കാണിച്ചില്ല, ആക്കാക്ക് പേടിക്കുകയൊക്കെ ചെയ്യുവാണല്ലോ. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയി എന്ന് കാണിച്ചപ്പോൾ അവർ ഭയങ്കരമായിട്ട് നെട്ടിപ്പോയി. അവർ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ അച്ഛനെന്നെ നല്ല രീതിയിൽ വരക്കാവുന്ന ആളാണ്, പക്ഷെ അത് അടിക്കത്തൊന്നുമില്ല. അത് വരക്കൊക്കെ പറയും. നിങ്ങൾ അവർ രണ്ടുപേരും അടിക്കത്തില്ല, വരക്ക് പറയും. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിട്ട് ഞാനോട് ചെന്നു. അപ്പൊ അവര് എടീന്നെ വരക്കാണ്. അപ്പൊ തന്നെ ഞാൻ അയ്യേ പ്രാങ്ക് എന്ന് പറഞ്ഞപ്പോ തന്നെ അവര് നെറ്റിപ്പോയി. അപ്പോൾ അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 പ്രൊഡക്റ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാനത് കാണിച്ചത്. ഇത് ടോൺസ് ആണ് കേട്ടോ. ഇത് കാണുന്ന വെച്ചാൽ നിങ്ങൾ മനസ്സിലായി കാണത്തില്ല, കല്ലാണ്. നിങ്ങൾക്ക് ഇപ്പോൾ അവധിക്കാരുള്ള ആൾക്കാരാണെങ്കിൽ ഇത് കല്ല്. പിന്നെ നമ്മളുടെ ഇത് കേയോൺ ആണ്, റെഡ് കളർ. ഇത് യെല്ലോ കളർ കേയോൺ. അപ്പോൾ ഇത് നമ്മൾ സംഭവം എങ്ങനെയാന്ന് വെച്ചാൽ, ഇത് ഇത്രയും കളർ സംഭവം കൊണ്ട് ഇവിടെ പെയിൻ്റാണ് ഞാൻ അടിച്ചു വെച്ചത്. കണ്ടില്ലേ? ഇവിടെ പെയിൻ്റാണ്. നിങ്ങൾ വരക്ക് പറയാമെന്ന് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മ അറിയത്തില്ല, എന്നാലും ഞാൻ കാണിച്ചത് എങ്ങനെ ചെയ്യും. യെല്ലോ കളർ എടുത്തിട്ട് വളർത്തി നോക്കണം, അടിക്കണം. അപ്പുറത്തെ കളറോട്ട് കാണിച്ചിട്ട് ഇതേ രീതിയിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കും. നമ്മള് ഇത് അടിച്ച് നമ്മള് അച്ഛനെ അമ്മേനെ പ്രാങ്ക് ചെയ്യുന്നതൊക്കെ ഭയങ്കര ചേട്ടനോ ചേച്ചി വല്ലതും ഉണ്ടെങ്കിൽ പ്രാങ്ക് ചെയ്യാൻ നല്ല സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചതെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊന്നും പേടിപ്പിക്കുന്നതല്ല. നിങ്ങളെനിക്ക് പേടിപ്പിക്കാൻ അധികമൊന്നും അറിയത്തില്ല കേട്ടോ. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു വിട്ടുന്നതേ ഉള്ളൂ. വലുതായിട്ട് മുറിവ് വേണ്ടെങ്കിൽ വലുതായിട്ടുള്ള ആൾക്കാർ വലുതായിട്ട് ചെയ്യാം. നമ്മുടെ സംഭവം നമ്മൾ അധികമായിട്ട് ചെയ്തില്ല, അധികം ചെയ്യാനും നമ്മൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതേ രീതിയിൽ ചെയ്തിട്ട് നിങ്ങൾ ഇനി അതേ രീതി തന്നെ വെക്കരുത്. ഇങ്ങനെ ഒന്ന് അടിച്ച് ഇങ്ങനെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കണം, കൈ കൊണ്ട് ടച്ചപ്പ് പയ്യെ ചെയ്ത് കൊടുക്കണം. ടച്ചപ്പ് പയ്യെ ചെയ്ത് കൊടുക്കണം. ടച്ചപ്പ് ചെയ്തിട്ട് നമ്മൾ അടുത്തത് ഇത് കേയാണ് കേട്ടോ, റെഡ് കേയാണ്. കണ്ടില്ലേ? റെഡാണ് നമ്മൾ എടുക്കുന്നത്. എല്ലാം അവിടെ മാറ്റി വെക്കണം. റെഡ് എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് പിന്നെയും വെള്ളം മുക്കണം. വെള്ളം മുക്കി പിന്നെ നമ്മൾ ഇതേ രീതിയിൽ അടിച്ചു കൊടുക്കണം. നല്ല രീതിയിൽ, നല്ല ലൈറ്റ് ഷെയ്ഡായിട്ട് നല്ല രീതിയിൽ അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പേടി കാണും, എന്നാലും ഞാൻ അടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ പേടിക്കാനായിട്ട് അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ അച്ഛനും അമ്മയും പ്രാങ്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ചേട്ടൻ ചേച്ചി ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. അപ്പോൾ ഭയങ്കര എല്ലാവരും പേടിച്ചുള്ള രീതിയിൽ മാറ്റും. നമ്മൾ ചെയ്ത് കൊടുത്തു. നമ്മൾ ഇനി റെഡ് മാറ്റിയിട്ട് ഇനി അതേ രീതിയിൽ തന്നെ യെല്ലോ എടുത്ത് കുറച്ചും കൂടി ഡാർക്കായിട്ട് വേണ്ട ആൾക്കാരെ എഡിറ്റ് ചെയ്യാൻ. എനിക്ക് കുറച്ചും കൂടി ഡാർക്കായിട്ട് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ഡാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മളെ ഇത് കളറാണ്, നമ്മളെ കല്ലില്ലേ, ഞാൻ പെയിൻ്റ് അടിച്ച് വെച്ച പറഞ്ഞ കല്ലില്ലേ, അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ അങ്ങനെ അങ്ങ് മുക്കി കൊടുക്കാം. മുക്കി കൊടുത്തിട്ട് ഇങ്ങനെ കളർ അടിച്ചിട്ട് ഇങ്ങനെ ഇത് ഭാഗത്തോട്ട് ഇങ്ങനെ അങ്ങ് അടിച്ചു കൊടുക്കാം. സിമ്പിൾ സംഭവമാണെങ്കിലും പക്ഷെ അച്ഛനമ്മമാർക്ക് പേടിപ്പിക്കാൻ വേണ്ടി നല്ല സാധനമാണ്. അച്ഛനമ്മമാർക്കൊന്ന് പേടിച്ചു പോകാൻ നല്ല സംഭവമായിരിക്കും. അതുകായിട്ട് ഞാൻ പേടിപ്പിക്കുന്നില്ല, നിങ്ങളെ പേടിപ്പിക്കാൻ പറ്റത്തുമില്ല. അപ്പോൾ നമ്മൾ ചെയ്തു. നിങ്ങൾക്ക് അധികമായിട്ട് വേണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. അപ്പോൾ നമ്മൾ മാറ്റം നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മളധികം പേടിപ്പിക്കുന്ന ആൾക്കാരല്ലല്ലോ നിങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ അധികം അങ്ങനെ ചെയ്യാത്തത്. നമ്മൾ നല്ല രീതിയിൽ അടിച്ചൊന്നുകൂടെ കൊടുക്കാം. റെഡ് ഒന്നുകൂടെ പെർഫെക്റ്റ് കിട്ടാനേ റെഡ് അടിച്ചു കൊടുത്തു. ഉണങ്ങട്ടേന്ന് നമ്മുടെ മാതാപിതാക്കളൊന്ന് പേടിച്ചു പോട്ടെ. നമ്മളെ അവരൊക്കെ വരക്ക് പറയുന്ന ടൈമിൽ നമ്മളൊന്ന് പേടിക്കാറില്ലേ? അതുകൊണ്ട് തന്നെ നമ്മളും കൂടെ ഒന്ന് പേടിച്ച് അവരും കൂടെ ഒന്ന് പേടിക്കട്ടെ എന്നായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ചെയ്തു ഇന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. യെല്ലോ കളറാണ്. യെല്ലോ കളർ വെച്ചാൽ കൂടെ പോകാൻ തോന്നുന്നു. നമ്മൾ ഇതൊക്കെ നല്ല രീതിയിൽ അടിച്ചങ്ങ് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അച്ഛനമ്മമാർക്ക് മനസ്സിലാവത്തില്ലല്ലോ. എല്ലാം നമ്മൾ ടച്ചപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാം നമ്മൾ എല്ലാ കളറും ടച്ചപ്പ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് നിങ്ങൾ അച്ഛനമ്മമാരൊക്കെ അറിയാമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ കാണിച്ചു തരികയാണ്. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സംഭവമാണ്. പിന്നെ വാങ്ങാൻ നിങ്ങൾക്ക് കാശില്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്കെച്ച് അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഇപ്പം അതേ ഉള്ളൂ, കേവൺ എൻ്റെ കയ്യിലുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കേവൺ എടുക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. അതാണ് ഞാൻ ഇതെടുത്തത്. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതേ രീതി ഒന്നുകൂടെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതേ മുറിവിൻ്റെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് രണ്ടെണ്ണം മുറിവിൻ്റെ എഫക്റ്റ് ആയിട്ട് തോന്നിയെങ്കിൽ ഞാൻ ഉണക്കിയിട്ടാണ് കേട്ടോ ഇത് സംഭവം ചെയ്തത്, അതുകൊണ്ട് അങ്ങനെ തോന്നത്തില്ല. അപ്പോൾ നമ്മൾ ഉണക്കണം. ഇത് നല്ല രീതി ഉണക്കുമ്പോൾ നമ്മൾ ഇത് കണ്ടില്ല. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? രണ്ടും കേട്ട് നിങ്ങൾക്ക് രണ്ടും മുറിവായിട്ടാണോ തോന്നുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഇപ്പം നമ്മൾ ചെയ്തത്, ഇത് നമ്മൾ മുമ്പേ ചെയ്തത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ടാറ്റാ, ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രാങ്ക് വീഡിയോസ് ഇനിയും വേണമെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇനിയും ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.